ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ നൈറ്റ് ഫുഡാണ് കേട്ടോ. നൈറ്റിന് നമ്മളെ സാദാ ചോറും ഉണക്കമീൻ, അതായത് ഉണക്കമാന്തൾ കേട്ടോ, ഉണക്കമാന്തളും കൊണ്ടാട്ടം മുളകില്ലേ അതും പപ്പടവും തക്കാളി താളിപ്പും അത്രയാണ്. പിന്നെ ഉപ്പ് തക്കാളി കൃഷി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തക്കാളിക്ക് ഒരു ക്ഷാമവും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി കറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. ഇപ്പം ഞങ്ങൾ തക്കാളി താളിപ്പും ഉണക്കമീനും കൊണ്ടാട്ടം മുളകും പപ്പടവും അത്രയാണ് ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ്. പിന്നെ ഈ കൊണ്ടാട്ട മുളക് ഉപ്പ വീട്ടിലുണ്ടാക്കിയാണ് കേട്ടോ. അതായത് കടയിൽ നിന്ന് മുളക് വാങ്ങി കൊടുന്നിട്ട് തൈരിലിട്ട് വെച്ച് പിന്നെന്താ ഉണക്കി പിന്നെയും തൈരിലിട്ടു പിന്നെ ഉണക്കി അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തെടുത്തതാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ കഴിക്കും ചെയ്യാം. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും മാന്തൾ അല്ലെങ്കിൽ ഉണക്കമീൻ പൊരിക്കുന്ന സമയത്ത് ഇതും പൊരിച്ചെടുക്കാറുണ്ട്. അത് ഉണക്കമീൻ്റെ കൂടെ തന്നെ പൊരിച്ചെടുക്കണം, എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ്. പിന്നെ കഴിച്ച് നമുക്കിന്ന് ഉച്ചക്ക് സാമ്പാറും തൈരും ചെമ്പല്ലി പൊരിച്ചതും പപ്പടവും ചക്ക കൂട്ടാനും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇത്തിരി ചക്ക കൂട്ടാൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് സോനമോൾ കഴിക്കണം, ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്കയും ചക്ക കൂട്ടാനൊക്കെ. ഗൈസ്, ചക്കക്കൂട്ട തിന്നണത് മാത്രമല്ല, ഇത് ഞാൻ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൻ്റെ അടുത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും അവൾ. അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയാലും ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ അടുപ്പത്ത് എന്തോ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തിരുന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. നമ്മൾ മഗ്‌രിബ് നിസ്കാരവും ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാനുള്ള സമയം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇപ്പം നമ്മൾ ചോറ് എടുത്തു. നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ ഗൈസ്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ നല്ല ചൂടോടെ തന്നെ കഴിക്കൽ. ചൂടുള്ള ചോറും നല്ല തക്കാളി താളിപ്പും ഉണക്കമാന്തൾ പൊരിച്ചതും നമ്മുടെ കൊണ്ടാട്ടവും പപ്പടവും എല്ലാം പാടെ കൂട്ടി ഒന്ന് കുഴച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഉണക്കമാന്തലും തക്കാളി താളിപ്പൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.